കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചരിത്രത്തിലെ പുതിയ ഒരു ഭീഷണമായ സംഭവം എന്ന് നമുക്ക് പേരാമ്പ്ര സംഭവത്തെ വിശേഷിപ്പിക്കാം. ഇത് ഷാഫി പറമ്പിലിന് ഇന്നലെ രാത്രി പേരാമ്പ്രയിൽ പോലീസിന്റെ അടിയേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. രാഹുൽ കെ വിയാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ, വലിയ പ്രതിഷേധത്തിലേക്ക് സ്വാഭാവികമായും UDF പോവും. ഇന്ന് 3 മണിക്ക് പേരാമ്പ്ര വീണ്ടും ഒരു വലിയ പ്രതിഷേധം കാണാൻ പോവുകയാണ്. ഇന്നലത്തെ പ്രതിഷേധങ്ങൾ, രണ്ടു കൂട്ടരുടെയും പ്രതിഷേധങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചതെങ്കിൽ വലിയ പ്രതിഷേധം ഇന്നുണ്ടാകുമെന്ന് കെ പ്രവീൺകുമാർ അല്പസമയം മുമ്പ് രാഹുലിനോട് തന്നെ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പേരാമ്പ്രയിലേക്ക് എത്തുകയാണ്. സംഘർഷഭരിതമാവുകയാണോ കോഴിക്കോട്? അഭിലാഷ്, തീർച്ചയായും UDFിലെ ഒരു പ്രധാനപ്പെട്ട MP ആണ് മൂക്കിന് 2 പൊട്ടലേറ്റ് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നത്. അതുതന്നെയും പോലീസിന്റെ അതിക്രൂരമായ നടപടിയാണ് UDFിന്റെ പ്രതിഷേധത്തിന് നേരെ ഉണ്ടായെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രതിഷേധം ആളിക്കത്തുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന UDF നേതൃത്വമുള്ളത്. കോൺഗ്രസ്, ലീഗ്, എല്ലാ പാർട്ടികളും തന്നെ, മുന്നണിയിലെ എല്ലാ പാർട്ടികളും തന്നെ ഉള്ളത്. ഇപ്പോൾ കോഴിക്കോട് IG ഓഫീസിന് മുമ്പിൽ വലിയൊരു പ്രതിഷേധ ധർണ UDF നടത്തിക്കഴിഞ്ഞു. IG ഓഫീസിലേക്ക് ചാടിക്കടക്കാൻ നിരവധി പ്രവർത്തകരാണ് ശ്രമിച്ചത്. അവരെ ഏറെ പാടുപെട്ടുകൊണ്ട് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ MK രാഘവൻ, DCC പ്രസിഡന്റ് അടക്കം തന്നെ നേരിട്ട് അവരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ പ്രതിഷേധ പ്രകടനം ഏതായാലും കോഴിക്കോട് DCCയിൽ സമാപിച്ചിട്ടുണ്ട്. അത് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ DCCയിൽ സമാപിക്കുന്നു എന്ന് മാത്രമാണ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഉച്ചതിരിഞ്ഞാണ് അഭിലാഷ് പറഞ്ഞതുപോലെ ഈ വൻ സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ തന്നെ UDFിൻ്റെ നേതൃസംഗമം നടക്കാൻ പോകുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഒപ്പം സംസ്ഥാനത്തുടനീളം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ KPCCയുടെ പ്രതിഷേധ പരിപാടികളും പ്രതിഷേധ മാർച്ചുകളും ഒക്കെ തന്നെ നടന്നു വരികയാണ്. ഷാഫി പറമ്പിൽ 5 ദിവസം കുറഞ്ഞത് വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ സംഘർഷമുണ്ടായ ആ നിമിഷം മുതൽ പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഇത്രയും ദൂരം അടക്കം MP മൂക്കിൽ നിന്ന് ചോര ഒലിപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു. നമ്മൾ ആശുപത്രിയിലെത്തി നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും MPയുടെ മൂക്കിൽ നിന്ന് രക്തം വാർന്നു പോകുന്നുണ്ടായിരുന്നു. ആ വിധത്തിൽ 2 അടികളാണ് ഈ ലാത്തി ഉപയോഗിച്ചത്. അതായത് ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണുന്നുണ്ട് ലാത്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊള്ളുന്നത്, അതിനുശേഷമുള്ള പ്രതികരണവും ഒക്കെ റെസ്പോൺസും ഒക്കെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. പോലീസ് പക്ഷേ അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണമാണ് നടത്തിയിരുന്നത്. അതായത് പോലീസ് ലാത്തി പ്രയോഗിച്ചിട്ടില്ല, അവിടെ തടിച്ചുകൂടിയ UDF പ്രവർത്തകർ തന്നെ ഓടുന്ന അതിനിടയിലൊക്കെയാണ് MPക്ക് പരിക്കേറ്റതെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. അത് പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ സഹിതം. അതിനുശേഷം ഇപ്പോൾ ഏതായാലും DYFIയുടെ പ്രതികരണമൊക്കെ പറയുന്നുണ്ട്. ഷാഫി പതിവ് പോലെയുള്ള ഷോയാണ് പേരാമ്പ്രയിൽ നടത്തിയത് എന്നാണ്. അതായത് ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കോളേജിൻ്റെ ചെയർമാൻ സ്ഥാനം UDSFന് KSU MSF സഖ്യത്തിന് ലഭിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് SFIക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുന്നത്. അതിനുശേഷം നടന്ന ആഹ്ലാദ പ്രകടനമൊക്കെയാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തുടനീളം കാണുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഒരു MP തന്നെ അടിയേറ്റ് ആശുപത്രിയിലാകുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. അഭിലാഷ്, ഇന്നലെ പേരാമ്പ്ര ടൗണിൽ മാത്രം UDFിൻ്റെ ഹർത്താലായിരുന്നു. അതിനിടെ ഉച്ചയ്ക്ക് പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റായ പ്രമോദിനെ ഈ ഹർത്താലിനെ അനുകൂലിച്ചുള്ള ചില പ്രകടനവുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് വരികയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളൊരു പരാതി ഉയർന്നു. അതിൻ്റെയും ദൃശ്യങ്ങൾ സഹിതം ആണ് പോലീസിൽ CPM പരാതി കൊടുത്തിരുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈകിട്ട് DYFIയുടെ CPMൻ്റെ പ്രതിഷേധവും അതുപോലെ UDFിൻ്റെ പ്രതിഷേധവും നടന്നു. അത് ആദ്യമേ പോലീസ് നിയന്ത്രിച്ച് നിർത്തി പ്രവർത്തകരെ മുഖാമുഖം നിന്ന് പ്രകോപനപരമായി മുദ്രാവാക്യം മുഴക്കി. അതിനിടയിലേക്കാണ് പ്രശ്നം പരിഹരിക്കാനെന്ന രീതിയിൽ MPയും DCC പ്രസിഡന്റും വരുന്നത്. MP റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ആദ്യമേ ചെയ്തത്. അതായത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ ഈ പ്രകടനം സമാപിപ്പിക്കാനാണ് UDF തീരുമാനിച്ചത്. പക്ഷേ അങ്ങോട്ടേക്ക് നിങ്ങൾ പോകരുത്, റോഡിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കണമെന്നാണ് പോലീസ് ഈ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അങ്ങനെയല്ല, ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കാമെന്നാണ് UDF പറഞ്ഞത്. അങ്ങനെ പ്രതിഷേധം മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് MP റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം, പ്രകോപനപരമായ മുദ്രാവാക്യം വിളികൾ ഒക്കെ തന്നെ ഉണ്ടായി. ആ സമയത്താണ് പോലീസിന്റെ കൈവശം നിന്ന് ടിയർ ഗ്യാസ് പൊട്ടുന്നത്. പിന്നീടാണ് കാണുന്ന തെരുവ് യുദ്ധം. അത് വലിയ തെരുവ് യുദ്ധം ഉണ്ടായിട്ടുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്.